ഗ്രൂപ്പ് ഡി പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട റൂളാണ് 80/20 റൂൾ. അതല്ലെങ്കിൽ പാരറ്റോ പ്രിൻസിപ്പിൾ എന്ന് വിളിക്കുന്ന ഈ ഒരു നിയമം. അതായത് വെറും 20% എഫേർട്ട് എടുത്തുകൊണ്ട് നിങ്ങൾക്ക് 80% റിസൾട്ട് ഗെയിൻ ചെയ്യാൻ സാധിക്കുന്ന ഒരു തിയററ്റിക്കൽ കോൺസെപ്റ്റ് ആണ് ഈ 80/20 റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ സാധനം നിങ്ങൾ നിങ്ങളുടെ പഠനത്തിൽ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്ക്. ഗ്രൂപ്പ് ഡി പരീക്ഷയ്ക്ക് നിങ്ങൾ ഇതുവരെ നേടിയ സ്കോറിനേക്കാൾ ഉയർന്ന ഒരു സ്കോർ നേടാനായിട്ട് പറ്റും. അത് ഉറപ്പുള്ള ഒരു കാര്യമാണ്. അപ്പോൾ എങ്ങനെ ഈ ഒരു റൂൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഗ്രൂപ്പ് ഡി പരീക്ഷയ്ക്ക് സ്കോർ കൂട്ടാം എന്ന് ഞാൻ പറഞ്ഞു തരാം. അപ്പൊ നിങ്ങൾ എല്ലാവരും PYQs വായിക്കുന്ന ആളാണല്ലേ. അപ്പൊ ഈ PYQs ഒക്കെ വായിച്ച് ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു പൈച്ചാട്ടാണത്. അതായത് ഇതുവരെ വന്നിട്ടുള്ള GK ക്വസ്റ്റ്യൻസ് ഞാൻ ജസ്റ്റ് ഒന്ന് കാറ്റഗറൈസ് ചെയ്ത് വെച്ചു. അതായത് എത്ര ക്വസ്റ്റ്യൻസ് ആണ് ഓരോ സബ്ജക്റ്റിൽ നിന്നും ചോദിച്ചിരിക്കുന്നതെന്ന്. ഇവിടെ നോക്കിക്കേടാ, ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ 1400 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അതായത് ഈ ഒരു പാസ്റ്റ് 3-4 ഇയേഴ്സിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ ഏകദേശം ഒരു 1500 ക്വസ്റ്റ്യൻസ് ഇതുവരെ ചോദിച്ചിട്ടുണ്ട്. പൊളിറ്റി നോക്കുകയാണെങ്കിൽ 711 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ജോഗ്രഫി നോക്കുകയാണെങ്കിൽ 1293 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. എക്കോണമി ഏകദേശം 803 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ട്രഡീഷണൽ GK ഭാഗത്ത് നിന്ന് 1327 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ ഇതുപോലെ PYQ എടുത്ത് വായിച്ചിട്ട് ഇതുപോലെ ഓരോ ക്വസ്റ്റ്യൻസും എണ്ണി എഴുതി ഉണ്ടാക്കുക എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ PYQs കൃത്യമായിട്ട് വായിച്ചതിന് ശേഷം അതിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ടോപ്പിക്സ് ഏതൊക്കെയാണ്, അതിൽ തന്നെ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള സബ് ടോപ്പിക്സ് ഏതാണ്, അതിൽ തന്നെ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ഏതാണെന്ന് കൃത്യമായിട്ടും വ്യക്തമായിട്ടും മനസ്സിലാക്കിയിട്ടാണോ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നത്, നിങ്ങളുടെ സ്കോർ കൂടിയിരിക്കും. ഉറപ്പുള്ള കാര്യമാണ്. പിന്നെ ഇത് അനലൈസ് ചെയ്ത് നിങ്ങൾ സമയം കളയേണ്ട ആവശ്യമില്ല. ഇതിന്റെ PDF ഒക്കെ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഇട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാറുണ്ട്, ലൈവ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാറുണ്ട്. ഇതൊക്കെ നമ്മൾ ചെയ്യാറുള്ള കാര്യമാണ്. അപ്പൊ നിങ്ങൾ പുറത്തൊന്നും ഇത് അന്വേഷിച്ച് പോകേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞു തരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു രീതിക്ക് നിങ്ങൾ എക്സാമിനെ അപ്രോച്ച് ചെയ്യുക. ഈ രീതിക്ക് ഞാൻ കാറ്റഗറൈസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതുവരെ ചോദിച്ചിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആൻഡ് റിപ്പീറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ഓരോ സബ്ജക്റ്റിന്റെയും എടുത്തെടുത്ത് ഞാനിപ്പോൾ പറഞ്ഞു തരാം. ഇത് ടിക്കിട്ട് പഠിച്ചു പൊക്കോ, ഇത് ടിക്കിട്ട് റിവൈസ് ചെയ്ത് ഷീറ്റ് ഉണ്ടാക്കി പഠിച്ചോ, നിങ്ങൾക്ക് എന്തായാലും സ്കോർ കൂടും. ഉറപ്പുള്ള കാര്യമാണ്. അപ്പൊ ഞാൻ എന്താ നമ്മുടെ പൊളിറ്റിയിലേക്ക് കടക്കാണ്. പൊളിറ്റിയിൽ ഏറ്റവും കൂടുതലായിട്ട് ചോദിക്കുന്ന ഭാഗം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആർട്ടിക്കിൾസ് തന്നെയാണ്. അതായത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾസ്, എസ്പെഷ്യലി പ്രീവിയസ് ഇയർ ചോദ്യങ്ങളിൽ ചോദിച്ചിട്ടുള്ള ആർട്ടിക്കിൾസ് എന്തായാലും പഠിച്ചിരിക്കണം. അതുപോലെ കറണ്ട് അഫെയറിൽ വന്നിരുന്ന ആർട്ടിക്കിളും ഒന്ന് പഠിച്ചിരിക്കുക. അപ്പോൾ ആർട്ടിക്കിൾസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് പാർട്ടും ഷെഡ്യൂളും. ഷെഡ്യൂളാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അതിന് താഴെയാണ് ഇത് പാർട്ട് വരുന്നത്. ആകെ 10 ഷെഡ്യൂളേ ഉള്ളൂ, പഠിക്കാവുന്നതേ ഉള്ളൂ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാർട്സ് പഠിക്കാവുന്നതേ ഉള്ളൂ. അതങ്ങ് പഠിച്ചു വെച്ചോ. എന്തായാലും യൂസ് ആണ്. എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ അവിടെ നിന്ന് ഉണ്ടായിരിക്കും, ഉറപ്പാണ്. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് അമെൻമെന്റ്സിനെ കുറിച്ച്. നമുക്കറിയാവുന്നത് പോലെ തന്നെ 42nd, 44, 73rd, 74th, അതുപോലെ തന്നെ 97, 86, പിന്നെ 100 കഴിഞ്ഞ് ഇങ്ങോട്ടേക്കുള്ള അമെൻമെന്റ്സ് എല്ലാം റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചു വരുന്ന സാധനങ്ങളാണ്. അപ്പൊ അമെൻമെന്റ്സ് 106 ഒരുമിച്ച് പഠിക്കണമെന്ന് ഞാൻ പറയില്ല. പക്ഷെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു 10-15 അമെൻമെന്റ് ഉണ്ട്. അതെന്തായാലും പഠിച്ചു വെക്കണം, മസ്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം. പിന്നെ വരുന്നത് പറഞ്ഞാൽ ജുഡീഷ്യറി ആയിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ജുഡീഷ്യറി ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുക. സുപ്രീം കോർട്ട്, ഹൈക്കോർട്ട്, അതിന്റെ ആർട്ടിക്കിൾ കാര്യങ്ങളൊക്കെ. പിന്നെ പ്രസിഡന്റ്, ഗവർണർ, CAG തുടങ്ങിയ ആൾക്കാരുടെയൊക്കെ പവേഴ്സും എന്താണ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഓഫീസേഴ്സിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യം, അഡ്വക്കേറ്റ് ജനറൽ എന്താണ്, അറ്റോർണി ജനറൽ എന്താണെന്നുള്ള ബേസിക് ആയിട്ടുള്ള കാര്യം കൂടി അറിഞ്ഞിരിക്കുക. ഇത്തരം കാര്യങ്ങൾ പഠിച്ചു വെച്ചാൽ തന്നെ പൊളിറ്റി മാക്സിമം സ്കോർ ചെയ്യാൻ പറ്റും. നിങ്ങൾക്കറിയാം പൊളിറ്റി അത്യാവശ്യം ലെങ്ത് ഉള്ള ഒരു സബ്ജക്റ്റ് ആണ്. പക്ഷേ ഇത്രയും കാര്യങ്ങളിൽ മാക്സിമം നിങ്ങളുടെ ഒരു 20% എഫേർട്ട് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള 80%ഓളം ക്വസ്റ്റ്യൻസും സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ എക്കണോമിക്സിലേക്ക് വന്നു കഴിയുമ്പോൾ എന്താണ്, എക്കണോമിക്സിൽ ഏറ്റവും കൂടുതൽ ചോദിച്ചുള്ള ക്വസ്റ്റ്യൻസിൽ ഒന്ന് LPG റിഫോംസ്, 1991 റിഫോംസുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ. പിന്നെ വരുന്നത് സെക്ടേഴ്സ് ഓഫ് എക്കോണമി. ഇതിൽ കൂടുതൽ ചോദിച്ചിട്ടുള്ളത് നമ്മുടെ സർവീസ് സെക്ടറിന്റെ ആക്ടിവിറ്റീസ് എന്താണ്, പ്രൈമറി സെക്ടറിന്റെ ആക്ടിവിറ്റീസ് എന്താണ്, അതുപോലെ തന്നെ ഓരോ സെക്ടറും GDPയിലേക്ക് എന്തുമാത്രം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. ഈ 2 പോയിന്റുകളൊന്നും ഓർത്ത് വെച്ചിരുന്നാൽ മതി. അടുത്തത് 5 ഇയർ പ്ലാൻസ്. 12 ഉണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ ഇതിൽ തന്നെ പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന ഒരുപാട് 5 ഇയർ പ്ലാൻസ് ഉണ്ട്. അത് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിച്ചു വെക്കുക. അതുപോലെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, NABARD, അതുപോലെ തന്നെ റീജിയണൽ റൂറൽ ബാങ്ക്, അങ്ങനത്തെ പോയിന്റ്, അത്തരം ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും പിന്നെ GDP പോലുള്ള സംഭവങ്ങളുടെയൊക്കെ ഒരു ബേസിക് ഫോർമുലയും കറണ്ട് അഫെയറിൽ വരുന്ന ഫോർകാസ്റ്റും ഫാക്ട് ഒക്കെ ഒന്ന് പഠിച്ചു വെച്ചാൽ തന്നെ സെറ്റ് എക്കണോമിക്സ് അത്യാവശ്യം സ്കോർ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ജോഗ്രഫിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ റിവേഴ്സ്, ലേക്സ്, ഡാംസ്, ഇതിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വരാൻ പോകുന്ന റിവേഴ്സും അതിന്റെ ട്രിബ്യൂട്ടറീസും പഠിക്കാനായിരിക്കും. അതിന് കോഡുകളൊക്കെ ഉപയോഗിച്ച് പഠിച്ചു. ഇപ്പോൾ അമൽ സാറിന്റെ ക്ലാസ്സിലൊക്കെ ഒരുപാട് രീതിയിൽ പല മെത്തേഡ്സ് പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ ലേക്സ്, ഡാംസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അടുത്തത് അഗ്രികൾച്ചറിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് ഈ കഴിഞ്ഞ NTPC പരീക്ഷയ്ക്ക് അതുപോലെ തന്നെ ഗ്രൂപ്പ് ഡി പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഏരിയയാണ് വേരിയസ് ആയിട്ടുള്ള അഗ്രികൾച്ചറൽ മെത്തേഡ്സ്. ഉദാഹരണത്തിന് ഇപ്പോൾ ഓരോ സ്റ്റേറ്റിലും ഷിഫ്റ്റിംഗ് കൾട്ടിവേഷന് പല പേരുകളായിരിക്കും അറിയപ്പെടുന്നത്. ആ പേരുകളൊക്കെ ഒന്ന് പഠിച്ചു വെച്ചേക്കുക.
പിന്നെ വേരിയസ് ആയിട്ടുള്ള ക്രോപ്സ്, അതായത് റാബി ക്രോപ്സ് ഏതാണ്, ഖാരിഫ് ക്രോപ്സ് ഏതാണ്, സെയ്ദ് ക്രോപ്സ് ഏതാണ്, നമ്മുടെ ബേസിക് NCERT തന്നിട്ടുള്ള ക്രോപ്സ് മാത്രം ഒന്ന് പഠിച്ചിട്ട് പോയാൽ മതി. പിന്നെ ടൈപ്സ് ഓഫ് സോയിൽ, റെഡ് സോയിൽ, ലാറ്ററൈറ്റ് സോയിൽ, ഇതൊക്കെ എവിടെയൊക്കെ കാണപ്പെടുന്നു, ബ്ലാക്ക് കോട്ടൺ സോയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഏരിയ ഏതാണ്, അങ്ങനത്തെ കുറച്ച് ജനറൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തായാലും പഠിച്ചു വെച്ചിരിക്കുക. പിന്നെ അടുത്തത് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്, ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു സംഭവം സെൻസസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യമാണ്. സെൻസസിൽ തന്നിട്ടുള്ള ലിറ്ററസി റേറ്റ്, അതുപോലെ സെക്സ് റേഷ്യോ, പോപ്പുലേഷൻ, ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഫാക്ട് ഒക്കെ ഒന്ന് പഠിച്ചു വെക്കുക. ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ, അതുപോലെ ഏറ്റവും കൂടുതൽ ലിറ്ററസി, ഏറ്റവും കുറഞ്ഞ ലിറ്ററസി, അതുപോലെ ലാസ്റ്റ് ടോപ്പ് 3 ലിറ്ററസി സ്റ്റേറ്റും, അതുപോലെ ഏറ്റവും ബോട്ടം 3 കാണുന്ന ടോപ്പ് ലിറ്ററസി സ്റ്റേറ്റുകളൊക്കെ ഒന്ന് പഠിച്ചു വെച്ചേക്കുക. പിന്നെ മെയിൽ ടു ഫീമെയിൽ റേഷ്യോ ഒക്കെ വരുമ്പോൾ എന്തുമാത്രം ഗ്യാപ്പ് ഉണ്ട്, അങ്ങനെ ബേസിക് ആയിട്ട് വരുന്ന ഫാക്ട് ഒക്കെ പഠിച്ചു വെച്ചോ. ഏത് റെയിൽവേ പരീക്ഷ എടുത്തു കഴിഞ്ഞാലും ഇത് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അഗെയിൻ ട്രാൻസ്പോർട്ടേഷൻ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ നാഷണൽ വാട്ടർ ബേസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻ സ്ഥിരം വരുന്ന ഒരു സംഭവമാണ്. അതുപോലെ മേജർ പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് സ്ഥിരം വരുന്ന ഒരു സംഭവമാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, അതായത് വലിയൊരു സിലബസ് ആണ് ഞാൻ നിങ്ങൾക്ക് ഫിൽട്ടർ ചെയ്തിട്ട് വളരെ ഈസി ആക്കി ഇത്രയും ഷോർട്ട് ആക്കി തരുന്നത്. ഇനിയും ഷോർട്ട് ആക്കണമെന്ന് വിചാരിക്കരുത്, കാരണം നമ്മളിതൊക്കെ പഠിച്ചേ പറ്റുള്ളൂ. ഇതാണ് ഏറ്റവും കൂടുതലായിട്ടും ചോദിച്ചു വരുന്നതും ഏറ്റവും പ്രോബബിൾ ആയിട്ട് ചോദിച്ചു വരുന്നതുമായിട്ടുള്ള ഏരിയാസ്. പിന്നെ നമ്മൾ ഹിസ്റ്ററിയിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഹിസ്റ്ററി നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഏൻഷ്യന്റ് ഇന്ത്യ, മെഡിവൽ ഉണ്ട്, മോഡേൺ ഉണ്ട്, അത്യാവശ്യം ഡീപ്പായിട്ടും വാസ്റ്റ് ആയിട്ടും കിടക്കുന്ന ഒരു ഏരിയയാണ്. ഫിൽട്ടർ ചെയ്യാൻ ലിമിറ്റേഷൻസ് ഉണ്ട്, എന്നാലും നമുക്ക് ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത ടോപ്പിക്സ് നോക്കിയെടുക്കാനായിട്ട് പറ്റും. ഇപ്പൊ ഏൻഷ്യന്റ് ഇന്ത്യ നോക്കി കഴിഞ്ഞാൽ IBCയുടെ സൈറ്റ്, ഇതിൽ തന്നെ നമ്മുടെ ലോതല്, അതുപോലെ തന്നെ ധോലവീര, ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന സാധനങ്ങൾ. പിന്നെ വരുന്നത് മൗര്യൻ എംപയർ, അശോകന്റെ പീരീഡ്, ചന്ദ്രഗുപ്ത മൗര്യന്റെ ആ ഒരു കാര്യങ്ങൾ. മൗര്യൻ എംപയറിന്റെ ഫുൾ ആയിട്ട് അങ്ങോട്ടങ്ങ് ബൈ ഹാർട്ട് പഠിച്ചോ, യൂസ് ആവും, കാരണം അത് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു സംഭവമാണ്. അഗെയിൻ ഗുപ്ത പീരീഡിന്റെ സംഭവം, സമുദ്രഗുപ്ത, ചന്ദ്രഗുപ്ത, ആ എറയൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു സംഭവമാണ്, എന്തായാലും പഠിച്ചു വെച്ചോ. പിന്നെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ട് പറഞ്ഞു തരാൻ സംഭവം ഹർഷവർദ്ധന്റെ കാലഘട്ടമാണ്, ഇതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അടുത്തത് മെഡീവലിന്റെ നോക്കി കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്ന റിഫോംസുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഉദാഹരണത്തിന് നോക്കി കഴിഞ്ഞാൽ അലാവുദ്ദീൻ ഖിൽജിയുടെ റിഫോംസ്, അക്ബറിന്റെ റിഫോംസ്, അതുപോലെ തന്നെ ഔറംഗസീബിന്റെ ഒക്കെ കുറച്ച് എന്താ പറയാ ക്രൂവൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, അങ്ങനത്തെ കുറച്ച് പ്രധാനപ്പെട്ട ഇൻസിഡൻസും കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചു വെച്ചിരിക്കുക, യൂസ് വരും. അതല്ലാതെയും ഡീപ്പായിട്ടൊക്കെ ചോദിക്കാറുണ്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഓരോ റൂളറിന്റെ സമയത്ത് കൊണ്ടുവന്നിട്ടുള്ള മേജർ ആയിട്ടുള്ള റിഫോംസ് വളരെ വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഏരിയയാണ്. അപ്പൊ റിഫോംസ് ഒക്കെ ഒന്ന് പഠിച്ചു വെച്ചോ. ഇനി മോഡേൺ ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ 1857 റിവോൾട്ട് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോഷ്യോ റിലീജിയസ് റിഫോം മൂവ്മെന്റുകളും ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗാന്ധിയൻ എറ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. 3 ഗാന്ധിയൻ മൂവ്മെന്റുകളും ജസ്റ്റ് ബേസിക് ഫാക്ട് മാത്രം പഠിക്കുക, അതായത് ഏത് സെഷനിൽ വെച്ചാണ് പാസ്സാക്കിയത്, അതുപോലെ തന്നെ എന്ത് റെസൊല്യൂഷൻ വഴിയാണ് അത് അവസാനിപ്പിച്ചത്, മേജർ ആയിട്ടുള്ള സംഭവങ്ങൾ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ, അങ്ങനത്തെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ആ 3 പ്രധാനപ്പെട്ട ഗാന്ധിയൻ മൂവ്മെന്റുകളുമായിട്ട് ബന്ധപ്പെട്ട് പഠിച്ചു വെച്ചിരിക്കുക. അതുപോലെ തന്നെ ഗാന്ധിജി ഇവിടെ വന്ന സമയത്ത് നടത്തിയിട്ടുള്ള ഒരു 3 സത്യാഗ്രഹങ്ങളില്ലേ, അതൊന്ന് പഠിച്ചു വെച്ചിരിക്കുക. ഇതൊക്കെ തന്നെ പഠിച്ചാൽ മതി ഗാന്ധിയൻ എറ. ഓൾമോസ്റ്റ് ആ ഒരു 1915 to 1947 പീരീഡിൽ ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് ഇത്രയും കാര്യങ്ങളാണ്. പിന്നെ ഗവർണർ ജനറൽ ആൻഡ് വൈസ്രോയുടെ പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻസ് ഒക്കെ ഒന്ന് പഠിച്ചു വെച്ചാൽ മതി. ബാക്കി കാര്യങ്ങളൊക്കെ ഇതിൽ കവർ ആയി പൊക്കോളും. അപ്പോൾ ഇമ്പോർട്ടന്റ് കാര്യങ്ങളൊക്കെ ഈ ഒരു സെക്ഷൻ പഠിച്ചാൽ തന്നെ കവർ ആയി പൊക്കോളും. ഈ ഒരു രീതിക്ക് ഒന്ന് പഠിച്ചു നോക്കണം, ഉപകാരപ്പെടും. അടുത്തത് കറണ്ട് അഫെയറിലേക്ക് വരാം. ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ് ആണ് കറണ്ട് അഫെയർ. ഒരു 6 to 12 monthsലെ കറണ്ട് അഫെയർ എന്തായാലും നിങ്ങൾ പഠിച്ചിട്ട് പോയിരിക്കണം. ഇതിൽ തന്നെ എപ്പോഴും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും എന്ത്, സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട്. പ്രധാനമായിട്ട് നിങ്ങൾ നോക്കിയിരിക്കേണ്ടത് മേജർ ആയിട്ട് നടന്നിട്ടുള്ള ടൂർണമെന്റുകൾ, അതുപോലെ തന്നെ മെഡൽ ജേതാക്കൾ, അതിൽ എല്ലാം പഠിച്ചു വെച്ചിരിക്കുക. അതായത് ഇപ്പൊ നമ്മൾ ഒരു സ്പോർട്ടായിട്ട് വെട്ടിച്ചുരുക്കരുത്. ക്രിക്കറ്റ് ആയിക്കോട്ടെ, ഫുട്ബോൾ ആയിക്കോട്ടെ, ബാസ്കറ്റ് ബോൾ ആയിക്കോട്ടെ, അതല്ലെങ്കിൽ അത്ലറ്റിക്സിലെ എന്തെങ്കിലും ഇതായിക്കോട്ടെ, അല്ലെങ്കിൽ ആർച്ചറി പോലുള്ള ഗെയിംസിന്റെ ടൂർണമെന്റ് ആയിക്കോട്ടെ, എന്ത് ടൂർണമെന്റ് ആണെന്നുള്ളതില്ല, മേജർ ടൂർണമെന്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ ഫാക്റ്റും, വെന്യൂ, വിന്നേഴ്സ്, സകല സാധനങ്ങളും പഠിച്ചു വെച്ചോ, എന്തായാലും യൂസേ ഉണ്ടാവുള്ളൂ. ഇനി അവാർഡ്സ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഭവമാണ്. അവാർഡ്സ് എന്തായാലും പഠിച്ചു വെച്ചിരിക്കണം. അടുത്തത് പ്രധാനമായിട്ട് നടന്നിട്ടുള്ള സമ്മിറ്റുകൾ, അവരെവിടെ വെച്ചാണ് നടന്നിട്ടുള്ളത്, അതിന്റെ തീം എന്തെങ്കിലും ഉണ്ടായിരുന്നോ, അതിന്റെ വെന്യൂ ആണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ്. സമ്മിറ്റ് ആയിക്കോട്ടെ, കോൺഫറൻസ് ആയിക്കോട്ടെ, അതുപോലെ ഇവന്റുകൾ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഇന്ത്യയും ഏതെങ്കിലും ഒരു കൺട്രിയൊക്കെ തമ്മിൽ ഒരു മീറ്റിംഗ് നടന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ പ്രൈം മിനിസ്റ്റർ ഏതെങ്കിലും രാജ്യത്ത് പോയിട്ട് വിസിറ്റ് ചെയ്തപ്പോൾ അവിടെ ഒരു കോൺഫറൻസ് നടന്നിട്ടുണ്ടാവും, അതിലെന്തെങ്കിലും എഗ്രിമെന്റ് സൈൻ ചെയ്തിട്ടുണ്ടോ, സൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എന്തുമായിട്ട് ബന്ധപ്പെട്ട ഒരു എഗ്രിമെന്റ് ആയിരുന്നു, തുടങ്ങിയ കാര്യങ്ങളൊക്കെ എന്തായാലും പഠിച്ചു വെച്ചോ, ആവശ്യം വരും. അടുത്തത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള തിങ് എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടന്റ് ഡേയ്സും അതിന്റെ തീംസും എപ്പോഴും റിപ്പീറ്റ് ചോദിക്കുന്ന ഒരു സംഭവം, എന്തായാലും സ്കിപ്പ് ചെയ്യാതെ പഠിച്ചിട്ട് പോക്കോ, ഉറപ്പായിട്ടും ചോദിക്കുന്ന ഒരു ചോദ്യമാണത്. അടുത്തത് പ്രധാനപ്പെട്ട മേജർ അപ്പോയിന്റ്മെന്റ്സ് കറണ്ട് അഫെയറിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. മേജർ അപ്പോയിന്റ്മെന്റുകളെല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. മൈനർ അപ്പോയിന്റ്മെന്റ്സ് പഠിച്ചില്ലെങ്കിലും മേജർ അപ്പോയിന്റ്മെന്റുകൾ എന്തായാലും ഒന്ന് പഠിച്ചു വെച്ചിരിക്കാൻ നിങ്ങൾക്ക് യൂസ് വരും. അഗെയിൻ സ്റ്റാറ്റിക് GKയിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഫെയർസ് ആൻഡ് ഫെസ്റ്റിവൽസ് തന്നെയാണ്. പിന്നെ നമുക്ക് പഠിക്കാൻ പറ്റുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഡാൻസ് ഫോമുകളാണ്.
ഈ 2 സാധനങ്ങൾ മിസ്സാക്കാതെ പഠിച്ചു വെച്ചോ, എന്തായാലും യൂസ് ആയിരിക്കും. കാരണം നമുക്ക് ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ഈ ഏരിയയിൽ നിന്നാണ്. ഫെയർസ്, ഫെസ്റ്റിവൽസ്, അതുപോലെ തന്നെ ഡാൻസ് ഫോംസ്. അപ്പോൾ ഈ ഒരു സംഭവം മിസ്സാക്കരുത്, എന്തായാലും നിങ്ങൾ പഠിച്ചു വെച്ചോ. അതായത് വലിയൊരു സിലബസ് ആണ് നിങ്ങൾക്ക് ഫിൽട്ടർ ചെയ്ത് ഇത്ര ചെറുതാക്കി പഠിക്കാനായിട്ട് പറ്റുന്നത്. ഞാൻ പറയുന്ന ഇതാണ് നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം എന്നല്ല. പക്ഷേ ഈ ഒരു എക്സാമിന് ഒരു 80% സാധനങ്ങൾ മാർക്ക് സ്കോർ ചെയ്തെടുക്കാനായിട്ട് ഈ ഒരു ടോപ്പിക്സ് പിന്നെയും റിവൈസ് ചെയ്താൽ മതി. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കുറേശ്ശെ കംപ്ലീറ്റ് ചെയ്തിട്ട് ചെറിയ എഡ്ജ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ടിപ്സും ട്രിക്സും ഒക്കെ ഉപയോഗിച്ച് പഠിച്ചു വെക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയും ടോപ്പിക്സ് നല്ല സ്ട്രെസ് ചെയ്ത് പഠിച്ചോ, എന്തായാലും യൂസ്ഫുൾ ആവുള്ളൂ. ഇനി മാത്തമാറ്റിക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് പെർസെൻറ്റേജുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, പ്രോഫിറ്റ് ആൻഡ് ലോസിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, റേഷ്യോ ആൻഡ് പ്രപ്പോർഷന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, സിമ്പിൾ ഇൻട്രസ്റ്റ് ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ടൈം ആൻഡ് വർക്ക് ഉണ്ടാവും, ടൈം സ്പീഡ് ഡിസ്റ്റൻസ്, ഇതിൽ തന്നെ നമ്മുടെ ബോട്ട്സ് ആൻഡ് സ്ട്രീംസും അതുപോലെ തന്നെ ട്രെയിൻസും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവും, സിംപ്ലിഫിക്കേഷൻ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, നമ്പർ സിസ്റ്റത്തിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ആവറേജ്, മെൻസുറേഷൻ, ഇത്രയും ടോപ്പിക്സ് ഒക്കെ എന്താണ് നമ്മൾ എന്തായാലും പഠിച്ചിരിക്കണം. വേറെ കോംപ്രമൈസ് ഒന്നുമില്ല. ട്രിഗണോമെട്രി സാധാരണ ഗ്രൂപ്പ് ഡി പരീക്ഷകൾക്ക് അങ്ങനെ കാണൽ കുറവാണ്. സോ എനിവേ ഇത്രയും പോർഷൻസ് എന്ത് ചെയ്യാൻ നല്ല അടിപൊളിയായിട്ട് പഠിച്ചു വെച്ചിരിക്കുക. ഇനി അടുത്തത് കോഡിംഗ് ഡീകോഡിംഗ് പഠിക്കുക. റീസണിങ്ങിലേക്ക് വരുമ്പോൾ കോഡിംഗ് ഡീകോഡിംഗ് പഠിക്കുക. പിന്നെ അനലോഗിയായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ്, സീരീസ്, സില്ലോജിസം, ബ്ലഡ് റിലേഷൻ, സീറ്റിംഗ് അറേഞ്ച്മെന്റ്, വെൻ ഡയഗ്രം, ലോജിക്കൽ ഇന്റർപ്രിട്ടേഷൻ, ഡയറക്ഷൻസ്, മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ്, ഇതൊക്കെ എന്താണ് റീസണിംഗിൽ നിന്ന് അഗെയിൻ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചു വരുന്ന ക്വസ്റ്റൻ ആണ്. ഇപ്പോൾ സീറ്റിംഗ് അറേഞ്ച്മെന്റിൽ തന്നെ ചെറിയ പാറ്റേൺ ചേഞ്ചസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതൊന്ന് അപ്ഡേറ്റ് ചെയ്തിരിക്കുക. ഗ്രൂപ്പ് ഡിയിൽ അതിന്റെ ഒരു പാറ്റേൺ ചേഞ്ച് നമുക്ക് വിസിബിൾ ആവാനുള്ള സാധ്യതയുണ്ട്. ഇപ്രാവശ്യത്തെ NTPC പരീക്ഷ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും സീറ്റിംഗ് അറേഞ്ച്മെന്റിലൊക്കെ ചെറിയ ഡിഫറൻസ് ഒക്കെ വന്നിട്ടുണ്ട്. ക്വസ്റ്റൻ ചോദിക്കുന്ന രീതിയിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അപ്പം മാറ്റങ്ങൾ എപ്പോഴും അപ്ഡേറ്റ് ആയിരിക്കുക. അപ്പോൾ ഈ മാറ്റങ്ങൾ നമ്മൾ എന്തുമാത്രം അപ്ഡേറ്റ് ആയിരിക്കുന്നു, ഒരുപാട് പേരെ നമ്മളോടൊപ്പം കോമ്പീറ്റ് ചെയ്യുന്ന ആൾക്കാരെ എലിമിനേറ്റ് ചെയ്യാൻ നമുക്ക് ഒരുപാട് സഹായിക്കും. കാരണം നമ്മൾ മാറ്റങ്ങൾ അനുസരിച്ച് അപ്ഡേറ്റ് ആയിട്ടാണ് പഠിച്ചു പോകുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അവർ അപ്ഡേറ്റഡ് അല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഡെഫിനറ്റ്ലി നമ്മുടെ ഒരു കോമ്പറ്റേറ്റീവ്നെസ് ഉയരുകയും മറ്റുള്ളവർക്ക് ആ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ അതനുസരിച്ചുള്ള കട്ട് ഓഫും കാര്യങ്ങളൊക്കെ വരികയും ചെയ്യും. സോ നമ്മൾ എപ്പോഴും അപ്ഡേറ്റ് ആയിരിക്കുക. പ്രീവിയസ് ഇയർ ചോദ്യങ്ങളിൽ ഏറ്റവും ഫ്രഷ് ചോദ്യങ്ങളും പാറ്റേണുകളും മനസ്സിലാക്കി തന്നെ പഠിച്ചു പോകാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. ഇനി ഫിസിക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ മോഷൻ, സ്പീഡ്, വെലോസിറ്റി, ആക്സലറേഷൻ, ഇത് ബേസ് ചെയ്തുള്ള കോൺസെപ്റ്റും ക്വസ്റ്റ്യൻസും ഒക്കെ ന്യൂമറിക്സ് ഒക്കെ ചോദിക്കാറുള്ള സംഭവമാണ്. വർക്ക്, പവർ, എനർജി സെയിം തന്നെയാണ്. ഹീറ്റ്, ടെമ്പറേച്ചർ, ഇലക്ട്രിസിറ്റി, മാഗ്നറ്റിസം, ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കോൺസെപ്റ്റും ന്യൂമറിക്കൽസും ഒക്കെ എന്തായാലും പഠിച്ചു വെച്ചിരിക്കുക. അടുത്തത് കെമിസ്ട്രിയിലേക്ക് വരുമ്പോൾ നമ്മുടെ ആസിഡ്, ബേസ്, സോൾട്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ മെറ്റൽസും നോൺ മെറ്റൽസും ആയിട്ട് ബന്ധപ്പെട്ടുള്ള ടോപ്പിക്, കെമിക്കൽ റിയാക്ഷൻസ്, ഇക്വേഷൻസ് ഒക്കെ വളരെ എപ്പോഴും റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചു വരുന്ന ഏരിയാസ് ആണ്. ഇനി ബയോളജിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഹ്യൂമൻ ബോഡി സിസ്റ്റംസ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തായാലും പഠിച്ചിരിക്കുക. സെൽസും ടിഷ്യൂസും പഠിച്ചിരിക്കുക. ന്യൂട്രീഷൻ, ഡിസീസ്, ഇമ്മ്യൂണിറ്റി ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചിരിക്കുക. ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ ബയോളജിയിൽ റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചു വരുന്ന കാര്യങ്ങൾ. ഈ സയൻസ് എപ്പോഴും നിങ്ങൾ പ്രീവിയസ് ഇയർ വെറുതെ വായിച്ചുകൊണ്ടിരിക്കുക. അതായത് ടോപ്പിക് വൈസ് PYQ ഇട്ടാണെങ്കിൽ അത്രയും നല്ലത്. ജസ്റ്റ് ചുമ്മാ ഇങ്ങനെ വായിച്ചുകൊണ്ടേ ഇരുന്ന് കഴിയുമ്പോൾ എന്താണ് നമുക്ക് ഏകദേശം ഒരു ധാരണ വരും ഇതെങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. അതൊക്കെ തന്നെയാണ് റിപ്പീറ്റ് ആയിട്ട് ചോദിക്കാനായിട്ട് പോകുന്നത്. സോ നമ്മൾ ആ ഒരു കോൺസെപ്റ്റൽ ക്ലാരിറ്റി ഒരു ചെറുതായിട്ട് ഉണ്ടാക്കിയതിന് ശേഷം PYQs പിന്നെയും റെഫർ ചെയ്തുകൊണ്ടിരുന്നാൽ തന്നെ നല്ലൊരു സ്കോറിലേക്ക് എത്തിപ്പെടാനായിട്ട് പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ പക്കയായിട്ട് ടോപ്പിക്സ് പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കണോ, നേരെ താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്തോ. കാരണം നമ്മുടെ അഗ്നി ബാച്ച് ഏകദേശം ക്ലോസ് ആവാറായി. ഇനി ലിമിറ്റഡ് സീറ്റ്സ് മാത്രമേ ബാക്കിയുള്ളൂ. നിങ്ങൾക്ക് പ്രിന്റ് എടുത്ത് പഠിക്കാൻ പറ്റുന്ന നല്ല ഇംഗ്ലീഷിലും മലയാളത്തിലുള്ള അടിപൊളി നോട്ടുകളും കൂടാതെ സ്റ്റുഡിയോ റെക്കോർഡഡ് ക്ലാസ്സസും ഈ ഒരു ബാച്ചിൽ അവൈലബിൾ ആയിരിക്കും. ഏറ്റവും നല്ല ഹൈ ക്വാളിറ്റി ക്ലാസ്സസ് ആണ്. നിങ്ങൾ ഡെമോ കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തിയാൽ മതി. കൂടാതെ ഫ്രീ മെന്റർഷിപ്പിനായിട്ട് നമ്മുടെ താഴെ സൂപ്പർ നോട്ട്സിന്റെ ഒരു ആപ്പിന്റെ ലിങ്ക് ഇട്ടിട്ടുണ്ട്. അതൊന്ന് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള മെന്റർഷിപ്പ് കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ്. അതല്ല എന്നാണെങ്കിൽ ഈ ഒരു നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ഏതൊരു ഫാക്കൽറ്റീസിനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് സംശയങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാൻ ഒരു അവസരം കൂടിയുണ്ട്. അപ്പോൾ മെന്റർഷിപ്പും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. മക്കളെ, അവസരമാണ്, നല്ലൊരു അവസരമാണ് ഗ്രൂപ്പ് ഡി പരീക്ഷ. ഒന്ന് മെനക്കെട്ട് കഴിഞ്ഞാൽ ഒരു 3 മാസം നിങ്ങൾ പക്കയായിട്ടൊന്ന് മെനക്കെട്ട് നോക്കടാ, നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടായിരിക്കും, ഉറപ്പുള്ള കാര്യമാണ്. കാരണം ഒരു 3 മാസം അല്ലെങ്കിൽ 4 മാസത്തിനുള്ളിൽ നമുക്ക് ഈ ഒരു ടോപ്പിക് വൈസ് ആയിട്ട് പ്രയോറിറ്റൈസ് ചെയ്ത് ഈ ഒരു ഗ്രൂപ്പ് ഡി പരീക്ഷയ്ക്ക് വേണ്ടി നിങ്ങളെ പക്കയായിട്ട് റെഡിയാക്കുക. ആ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മളൊരു അഗ്നി ബാച്ച് ആരംഭിച്ചിരുന്നത്. അപ്പോൾ അഗ്നി ബാച്ചിൽ ഇനി കുറച്ച് സീറ്റുകൾ കൂടി മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്തോ. കൂടാതെ നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഒക്കെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. നിങ്ങൾക്ക് ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അപ് ടു ഡേറ്റ് ആയിട്ട് പക്കയായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലും ഇൻസ്റ്റാഗ്രാമും വഴി ലഭിക്കുന്നതാണ്. കൂടാതെ ഇതുപോലുള്ള കാര്യങ്ങളുടെയൊക്കെ PPT, ഫ്രീ മെറ്റീരിയൽസ്, കൂടാതെ കറണ്ട് അഫെയർ മാഗസിൻ എല്ലാം നമ്മുടെ ടെലിഗ്രാം ചാനൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നേരെ നമ്മുടെ ടെലിഗ്രാം ചാനലിലോട്ട് പൊക്കോ. നിങ്ങൾക്ക് വേണ്ട സകല ഇൻഫർമേഷൻ കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് തന്നെ മെറ്റീരിയൽ ആയിട്ട് തന്നെ ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ഫ്രീ മെറ്റീരിയൽസിനൊക്കെ നേരെ ടെലിഗ്രാമിലേക്ക് വിട്ടോ.
പഠനം അത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പക്ഷേ സ്മാർട്ടായി പഠിക്കുന്നവൻ മാത്രമേ ജയിക്കുള്ളൂ. അത് എപ്പോഴും മനസ്സിൽ ഉറപ്പിച്ചു വെച്ചേക്കാം. സ്മാർട്ടായിട്ട് നമ്മൾ എങ്ങനെ പഠിക്കുന്നു അത്രയും സ്മാർട്ടായിട്ടും ലെസ് എഫേർട്ടോടും കൂടി നമുക്കൊരു പരീക്ഷയെ പാസ്സാക്കാനായിട്ട് പറ്റും. സോ ഈ ഒരു റൂൾ എപ്പോഴും മനസ്സിൽ വെച്ചേക്കാം. 80/20 റൂൾ നമ്മുടെ എക്സാമിന്റെ പ്രിപ്പറേഷനിൽ ഏറ്റവും കൂടുതൽ സഹായകമാകാൻ പോകുന്ന ഒരു റൂളാണിത്. ഇതുപോലെ അനലൈസ് ചെയ്ത് പഠിക്കുക, ചുമ്മാ വലിച്ചു വാരി പഠിക്കുകയല്ല. നമുക്ക് വേണ്ടത് എന്താണോ, ജോലി കിട്ടാൻ ആവശ്യമുള്ളത് എന്താണോ, എക്സാം ക്രാക്ക് ചെയ്യാൻ ആവശ്യമുള്ളത് എന്താണോ അത് മാത്രം പഠിക്കുക, അതിൽ കൂടുതൽ ഫോക്കസ് കൊടുക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു, ബൈ ബൈ ആൻഡ് ഓൾ ദ ബെസ്റ്റ്.